എമ്പുരാൻ സിനിമയിലെ ലാലേട്ടൻ ഉപയോഗിച്ച ഈ മോതിരം നിങ്ങൾ കണ്ടിട്ടില്ലേ? ഈ മോതിരത്തിലുള്ള ജീവിയാണ് സിക്കാഡ. ഈ സിക്കാഡയും 13 തമ്മിലൊരു ബന്ധമുണ്ട്. ഒരു മുട്ട വിരിഞ്ഞിറങ്ങുന്ന സിക്കാഡ കുഞ്ഞുങ്ങൾ നേരെ മണ്ണിനടിയിലേക്ക് പോകും. 13 വർഷം അവർ ആ മണ്ണിനടിയിൽ നിൽക്കും. മണ്ണിനടിയിലുള്ള വേരുകളിലെ മിനറൽസും വെള്ളവും ഉപയോഗിച്ചാണ് അവർ ജീവിക്കുന്നത്. എന്തിനായിരിക്കും അവർ 13 വർഷം തന്നെ ചൂസ് ചെയ്തത്? ഇവരെ തിന്നുന്ന പല പ്രഡേറ്റേഴ്സ് ഉണ്ട്. അവരിൽ 2 വർഷം കൂടിയിരിക്കുമ്പോൾ പുറത്ത് വരുന്നവരുണ്ട്, 3 വർഷം കൂടിയിരിക്കുമ്പോൾ വരുന്നവരുണ്ട്, 4 വർഷം കൂടിയിരിക്കുമ്പോൾ വരുന്നവരും ഉണ്ട്. 13-ന് പകരം ഇവർ 12 വർഷം കൂടിയിരിക്കുമ്പോഴായിരുന്നു ഈ സിക്കാഡ പുറത്തു വരുന്നതെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പ്രൊഡേറ്റേഴ്സ് എല്ലാം അവിടെ ഉണ്ടാവും. അവരെ കഴിക്കുന്ന പ്രൊഡേറ്റേഴ്സിൻ്റെ എണ്ണം കൂടുതലായിരിക്കും. 13 ഒരു പ്രൈം നമ്പർ ആയതിനാലും മറ്റ് കോമൺ ഫാക്ടേഴ്സ് ഒന്നും ഇല്ലാത്തതിനാലും അവർക്ക് അവിടെ സർവൈവ് ചെയ്യാൻ പറ്റും. കൂടാതെ ഇവർ പുറത്തു വരുമ്പം ഒരു വലിയ കൂട്ടമായിട്ടായിരിക്കും വരുന്നത്. അതുകൊണ്ട് തന്നെ പ്രൊഡേറ്റേഴ്സിൻ്റെ എണ്ണം കുറവും ഇവരുടെ എണ്ണം ഒരുപാട് കൂടുതലുമായിരിക്കും. ഭൂരിഭാഗം സിക്കാഡയും ഇവിടെ സർവൈവ് ചെയ്യും. പുറത്തു വന്ന ഇവർ ഇവരുടെ പുറംതൊലി പൊളിച്ചു കളഞ്ഞ് അഡൾട്ടാകും. പറന്നുയരുന്ന ഇവർ ഇണകളെ ആകർഷിക്കാനായി ശബ്ദമുണ്ടാക്കും. പിന്നീട് മരത്തൊലികൾക്കിടയിൽ മുട്ടയിട്ടും വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങൾ നേരെ മണ്ണിനടിയിലേക്കും പോകും. ഇങ്ങനെയാണ് ഇവരുടെ ജീവിതചക്രം.